ഇന്ന് വന്നേക്കുന്നത് ബ്ലൂ ലോക്ക് ചാപ്റ്റർ 308 ആയിട്ടാണ്. ഈ ചാപ്റ്ററിൽ, അതായത് നമ്മൾ 306 അവസാനം നാഗിനെ കാണാൻ വേണ്ടിയിട്ട് ആ കിളവൻ വരില്ലേ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇസാഗി സ്പെയിനിലോട്ട് ബാഴ്സലോട്ട് പോകുന്നതും ആ മാച്ച് കാണുന്നതും ആ മാച്ച് വേറൊരു സ്ഥലത്തിരുന്ന് ഇത്തോഷി കാണുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗങ്ങളും ഈ വീഡിയോയിൽ കവർ ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാഗി ഭയങ്കരമായിട്ട് ഡെസ്പറേറ്റ് ആണെന്ന്. അല്ല, നാഗിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതായിട്ട് ക്ലിയർ ഉണ്ട്. അതെന്താണെന്ന് എല്ലാം ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നാഗി നേരെ ബ്ലൂ ലോക്കിലോട്ട് കയറി പോകുന്നതാണ്. പക്ഷെ മണ്ടനാണ് കുറച്ചൊക്കെ. അത് നമുക്ക് എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് 306 നേരെ അവിടെ നിന്ന് കണ്ടിട്ടാണ്. കാരണം 306 അവസാനം നമ്മളെ ബുറാറ്റ്സുറ്റ്, അതായത് ചെയർമാൻ, ജപ്പാന്റെ ചെയർമാൻ നേരെ നാഗിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഹലോ ജീനിയസ് എന്ന് വിളിക്കുന്നിടത്തായിരുന്നു ആ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഇവിടെ അയാൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോ നാഗി തിരിച്ചു ചോദിക്കും ആരാന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഇയാൾ എന്നെ അറിയില്ലേ, ഞാൻ ഇതിന്റെ മൊത്തം ചെയർമാനാടാ, ജപ്പാൻ ടീമിന്റെ മൊത്തം ചെയർമാനാണെന്നെല്ലാം പറയും. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് നാഗി ഇയാളെ ആരാണ് എന്താണെന്നല്ല ചോദിക്കുന്നത്. നിനക്ക് എന്താ എന്റെ അടുത്ത് വേണ്ടെന്നാണ് നാഗി നേരെ ഇയാളുടെ അടുത്ത് ചോദിക്കുന്നത്. ഇത് കേട്ടിട്ട് ഈ ബുറാറ്റ്സുറ്റോ പറയും നിനക്കും ഒന്ന് പുഷ്പിക്കേണ്ടതെന്ന് ചോദിക്കും. ഡോണ്ട് യു വാണ്ട് ടു ബ്ലൂം എന്ന് ചോദിക്കും. കാരണം നിന്റെ ഈ പൊട്ടൻഷ്യൽ എല്ലാം ഈ ഈഗോ കാരണം വേസ്റ്റ് ആയി പോകണം നിനക്ക് തോന്നണില്ലേ, നിന്നെ ബ്ലൂ ലോക്കിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം. സോ നിനക്കും ഒന്ന് നിന്റെ കഴിവുകളെല്ലാം പുറത്ത് കാണിക്കേണ്ടെന്നുള്ള കാര്യം ഇയാൾ നാഗിയുടെ അടുത്ത് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് നാഗി ഇങ്ങനെ ചോദിക്കും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. ആൻഡ് ഇയാള് പറയും ഞാൻ ഈ ബ്ലൂ ലോക്ക് പ്രോഗ്രാമിന് ഞാൻ അഗ്രി ചെയ്തത് തന്നെ ഈഗോ സെലക്ട് ചെയ്യുന്ന 23 പ്ലെയേഴ്സിനെ മാത്രം വേൾഡ് കപ്പിന് അയക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതിന്റെ ഒപ്പം തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്ന 3 പേര് കൂടി ആ വേൾഡ് കപ്പ് കളിക്കും. സോ ഈഗോ സെലക്ട് ചെയ്യുന്ന 23 പേരും ഞാൻ സെലക്ട് ചെയ്യുന്ന 3 പേരും. ആൻഡ് നമുക്ക് ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇയാള് നാഗിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈഗോ അടുത്ത് വരെ സംസാരിക്കുന്ന നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പോഴേ എനിക്ക് മനസ്സിലായില്ലേ, ഇതിന്റെ മുന്നേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതാണ് നടക്കാൻ പോണത്. കാരണം ഞാൻ ഇതിന്റെ മുന്നേ എങ്ങനെ നാഗി തിരിച്ചു വരാന്നുള്ള ബേസിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 26 പ്ലെയേഴ്സ് വെച്ചിട്ട് വേൾഡ് കപ്പ് കളിക്കാന്ന്. അതേ ടെക്നിക്കാണ് ഇവിടെ ഇതാക്കുന്നത്. 23 പ്ലെയേഴ്സ് ഈഗോ സെലക്ട് ചെയ്യുന്ന പ്ലെയേഴ്സും 3 പ്ലെയേഴ്സ് ഈ ബുറാറ്റ്സുറ്റ സെലക്ട് ചെയ്യുന്ന പ്ലെയേഴ്സും. ആ ചാപ്റ്ററിൽ ഈഗോ ഇത് ഇയാളുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 23 പ്ലെയേഴ്സിനെ ഞാൻ ബ്ലൂ ലോക്കിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള 3 പ്ലെയേഴ്സ് എന്റെ കയ്യിലല്ല എന്നുള്ള കാര്യം ഈഗോ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് ഇയാൾ എങ്ങനെയെങ്കിലും, ഈ കളവൻ എങ്ങനെയെങ്കിലും നാഗിയെ കൊണ്ടുവരുന്നത്. കാരണം നാഗി ഈസിക്കൽ ടു മണി അത്രയാണ് അയാളുടെ ലക്ഷ്യം. സോ ഇയാൾ എങ്ങനെയായാലും നാഗിയെ തിരിച്ചു കൊണ്ടുവരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തുമ്പോൾ അതിൽ കുറച്ച് ട്വിസ്റ്റ് എല്ലാം വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഈ 3 പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നോർമലായിട്ട്, അതായത് ഇയാൾ പോയിട്ട് നേരെ സെലക്ട് ചെയ്യുന്നതല്ല, അതിന് ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് വെച്ചതിന് ശേഷമാണ് അവരെ സെലക്ട് ചെയ്യുക. ആൻഡ് ഈ ടെസ്റ്റിൽ പാസ്സായി വരുന്ന 3 പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്തതിന് ശേഷം അവരെ വെച്ച് എന്ത് വേണം ഇയാൾക്ക് ചെയ്യാം. അങ്ങനെ ഒരു കോൺട്രാക്റ്റിലോട്ട് പോകും. ഇവൻ ഒരു ബിസിനസ് മെറ്റീരിയൽ ആയിട്ട്, ഒരു സെയിലിംഗ് പോയിന്റ് ആയിട്ട് അവരെ മാറ്റാനാണ് ഇയാളെ പ്ലാന്. സോ അതിലോട്ട് ആദ്യ പടിയായിട്ടാണ് ഇയാൾ നേരെ നാഗിയെ ക്ഷണിക്കുന്നത്. ആൻഡ് ഈ 3 പേരും ഈഗോയും തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഉണ്ടായിരിക്കത്തില്ല. ആൻഡ് ഇത് കേട്ടിട്ട് നാഗിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ നാഗിയോട് ചോദിക്കും നിനക്ക് എന്താ വേണ്ടേ, നിനക്ക് വീണ്ടും ബ്ലൂ ലോക്കിലോട്ട് തിരിച്ചു പോകണ്ടേ, ഈഗോക്ക് നിനക്ക് കാണിച്ചു കൊടുക്കണ്ടേ, നിന്റെ കഴിവെന്താന്നുള്ള കാര്യം നിനക്ക് ഈഗോക്ക് കാണിച്ചു കൊടുക്കണ്ടെന്ന് ഇയാൾ നാഗിയോട് ചോദിക്കും. ഈഗോന്റെ തിയറീസ് തെറ്റാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇയാൾ ഇങ്ങനെ പറയുന്നത് നാഗിക്ക് വേണ്ടിയിട്ടും ബാക്കിയുള്ള പ്ലേയേഴ്സിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇയാള് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈഗോ തന്നെ ബ്ലൂ ലോക്ക് വിട്ട് പോകും. കാരണം ബ്ലൂ ലോക്കിലെ ഏറ്റവും ഈഗോ ഉള്ള മനുഷ്യൻ അത് ഈഗോ തന്നെയാണ്. സോ ഇങ്ങനെ തിയറീസും ഇവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് ബാക്കിയുള്ളവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഈഗോ അവിടെ നിൽക്കത്തില്ല. ആൻഡ് ഈഗോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ബ്ലൂ ലോക്ക് ടിവിയുടെ കൺട്രോൾ ഇയാൾക്ക് കിട്ടും. സോ അതും കൂടിയാണ് ഇയാളുടെ ലക്ഷ്യം. സോ അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഇപ്പൊ നാഗിനെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുന്നത്. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് നാഗി വീണ്ടും ഒന്ന് ആലോചിക്കും. ആൻഡ് വീണ്ടും അവൻ്റെ അടുത്തൊരു അവസരം വന്ന് നിൽക്കാണ് ബ്ലൂ ലോക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് വീണ്ടും അവൻ ആ ഫയർ അപ്പോട് കൂടി ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടുകയാണ്. പക്ഷെ അവൻ വേണ്ടാന്ന് പറയും ഇയാളടുത്ത്. ഇത് കേട്ടിട്ട് ഇയാളാകെ ഷോക്കാവും. കാരണം ഇങ്ങനെ ഒരു ഓഫർ അവന് കൊടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ. പക്ഷെ നാഗി പറയും എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഇയാൾ ഭയങ്കര ദേഷ്യത്തോടെ ചോദിക്കും പിന്നെ നീ ഇത്ര നേരം അവിടെ ക്യാമ്പ് അടിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നൊക്കെ എന്തിനാണെന്ന് ചോദിക്കും. ആൻഡ് ഇതിന്റെ മറുപടി ആയിട്ട് നാഗി പറയും ഇൻ കേസ് ഈഗോ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്ലൂ ലോക്ക് എന്ന പ്രൊജക്ട് പോലും ഉണ്ടായിരുന്നില്ല, ഞാൻ ഫയർ അപ്പ് ഉണ്ടായിരുന്നില്ല, ഇസാഗിയെയും റിയയും കൂടെ
ഒന്നും കളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടാറുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ബ്ലൂ ലോക്കിനെയും ഈഗോനെയും ബിട്രേ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇയാളോടത്ത് നാഗി പറയും. ആൻഡ് ഈഗോ എന്നെ പറഞ്ഞയക്കാനുള്ള കാരണം കറക്റ്റ് ആയിരുന്നു. എന്റെ അടുത്തൊരു ഫയർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഈഗോ എന്നെ പറഞ്ഞയച്ചത്. സോ അതുകൊണ്ട് തന്നെ ഈഗോ ഞാൻ ഒരിക്കലും കുറ്റം പറയണം എന്നുള്ള കാര്യം നാഗി പറയും. ആൻഡ് ഇവൻ ഇങ്ങനെ ഈഗോക്കും ബ്ലൂ ലോക്കിനും വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ബ്ലൂ ലോക്കിനും ഈഗോക്കും ഇപ്പൊ നാഗിയെ വേണ്ട. സോ ആ കാര്യം ഇയാളെടുത്ത് പറയും. പക്ഷെ നാഗി ഒന്ന് പിന്മാറില്ല. നാഗി പറയും അവൻ ഒരിക്കലും ബ്ലൂ ലോക്കിനെ ബെറ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നാഗി പറയും. ഇയാള് നാഗിനെ ഇമോഷണലി ഡൗൺ ചെയ്യാൻ വേണ്ടിട്ട് പറയും, നീ എപ്പോഴും നിന്റെ പഴയ കാലം ഭയങ്കര അടിപൊളിയാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ജീവിച്ച് റെസ്റ്റ് ഓഫ് നിന്റെ ലൈഫ് ഇങ്ങനെ ജീവിച്ച് നീ കളഞ്ഞ് തീർക്കോളൂ എന്ന് പറയും. അതിന് നാഗിക്കും അറിയാം ഈഗോ ഇല്ലാത്തൊരു ബ്ലൂ ലോക്ക് ആവത്തില്ല എന്നും അത് പൈസക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രോഗ്രാമായി മാറുന്നുള്ള കാര്യം നാഗിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നാഗി അത് ക്ലിയർ കട്ടായിട്ട് നോ പറയുന്നു. ആൻഡ് ഇയാളിങ്ങനെ നാഗി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇയാൾക്കൊരു കോള് വരുന്നത്. ഈ കോള് വരുന്നത് എവിടെ നിന്നറിയോ? നേരെ സായി ഇത്തോഷിയുടെ അടുത്തുനിന്നായിരിക്കും. നമ്മളെ ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ടായിരുന്നില്ലേ സായി ഇത്തോഷി ആ ബാർസലോണയുടെ മാച്ച് കണ്ടിട്ട് ബണ്ണിയെ നോക്കിയിരിക്കുന്നെന്ന്. അവിടുന്ന് നേരെ സായി ഇത്തോഷി ഇയാളെ കോൾ ചെയ്തിട്ടുണ്ടാവും. അത്ര നേരം നാഗിയുടെ അടുത്ത് വായ്താളടിച്ചുകൊണ്ടിരുന്ന ഇയാള് സായി തോഷിയുടെ കോൾ വന്നൊക്കെ ഒന്ന് അടങ്ങും. പിന്നെ അടങ്ങിയിട്ട് സായി തോഷി പറയും ജപ്പാന്റെ എതിരെയുള്ള ഗ്രൂപ്പ് സ്റ്റേജസിലെ ടീംസിനെ ഇവിടെ ഡിക്ലെയർ ചെയ്തെന്ന് പറയും. ടിവിയിൽ അപ്പൊ അതിന്റെ ഡിക്ലറേഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നൈജീരിയയും ഇംഗ്ലണ്ടും അതുപോലെ തന്നെ ഫ്രാൻസും, അതെ ലോക്കിയുള്ള ഫ്രാൻസും ആയിരിക്കും ഗ്രൂപ്പ് സ്റ്റേജിൽ ജപ്പാന്റെ എതിർ ടീംസ് ആയിട്ട് വരുന്നത്. അതിന്റെ സായി തോഷി പറയുന്നുണ്ടാവും ഗ്രൂപ്പ് സ്റ്റേജിൽ ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ കളിക്കത്തില്ല. ഗ്രൂപ്പ് സ്റ്റേജ് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ജപ്പാൻ ടീമിന് വേണ്ടി കളിക്കത്തുള്ളൂ എന്നുള്ള കാര്യം പറയും. ഇയാളും ഇത് കേട്ടിട്ട് അഗ്രി ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി തോഷി ഒരു പണം ഉണ്ടാക്കുന്ന മെഷീനാണ്. ആൻഡ് 3 പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ ഇയാള്, അതില് നാഗി ആയിരുന്നു ഫസ്റ്റ് വരേണ്ടത്. നാഗി കഴിഞ്ഞതിന് ശേഷം ഇയാള് സായി തോഷിയനാണ്. ആൻഡ് മൂന്നാമത് വരാൻ പോകുന്ന ആള് മിക്കവാറും കിര ആയിരിക്കും. കിര നമ്മള് സീസൺ 1 നമ്മൾ കണ്ട അതേ കിര. സീസൺ 1 ബാനേഴ്സിൽ പോലും നേരെ ഇസാഗിയുടെ പിന്നിലായിരുന്നു കിര ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പുറത്തു പോയപ്പോ എല്ലാരും വിചാരിച്ചു അത്രയും ചെറിയൊരു ക്യാരക്ടർ ആയിരിക്കും എന്ന്. അല്ല, അങ്ങനെ ഒരു ചെറിയ ക്യാരക്ടർ ആക്കിയിട്ട് മാറ്റി നിർത്താൻ പറ്റത്തില്ല അവനെ. കാരണം ഒരു ജുവലായിട്ട് കണ്ടിരുന്ന ഒരുത്തനാണ്. കിരയെ പോലെ ജപ്പാനിലെ ഏറ്റവും ടോപ്പ് പ്ലെയർ സായി തോഷിയൊക്കെ പോലെ അത്രയും സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു പ്ലെയർ അല്ലേ. പെട്ടെന്ന് ഒരൊറ്റ എപ്പിസോഡിൽ അങ്ങോട്ട് ക്രഷ് ചെയ്ത് കളയത്തൊന്നുമില്ല. അപ്പൊ എന്തായാലും ആ മൂന്നാമത്തെ പ്ലെയർ കിരയായിരിക്കും. നാഗി എന്തായാലും ഈ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നില്ല എന്നാണ് ഈ ചാപ്റ്റർ വായിച്ചപ്പോ എനിക്ക് തോന്നിയത്. പക്ഷെ ഇനി ഒരാൾ വരാൻ പോകുന്നുണ്ട് അടുത്ത ചാപ്റ്ററിൽ നാഗിയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആരാണെന്ന് ഞാൻ നാളത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. ആൻഡ് ഇതിനുശേഷം സായി ഇത്തോഷി ആളടുത്ത് പറയും ഞാൻ ഗ്രൂപ്പ് സ്റ്റേജസിൽ എന്തായാലും ജപ്പാന് വേണ്ടി കളിക്കത്തില്ല. അതിനുശേഷം വരുന്ന പ്ലേസിൽ മാത്രം, അതായത് ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽസിൽ മാത്രമേ ഞാൻ ജപ്പാന് വേണ്ടി കളിക്കത്തുള്ളൂ എന്നുള്ള കാര്യം സായി ഇത്തോഷിയോടെ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി ഇത്തോഷിക്ക് ആകെ എതിരാളിയായിട്ടുള്ളത് ഇപ്പോൾ ബണ്ണിയാണ്. കാരണം ബണ്ണി കാരണമാണ് സായി തോഷി ഫോർവേഡ് നിന്ന് മിഡ്ഫീൽഡർ ആയതാണ് തിയറി ഉള്ളത്. അപ്പോൾ ബണ്ണിയെ ക്രഷ് ചെയ്യലാണ് സായി തോഷിയുടെ ഏറ്റവും വലിയ ഒരു അംബിഷൻ ഇപ്പോൾ. സോ അതുകൊണ്ടാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ സായി തോഷിയെ ബണ്ണിയുടെ മാച്ച് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നോക്കി നിൽക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അടുത്ത ചാപ്റ്റർ നാളെ തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ആൻഡ് ഇവിടുന്ന് ഈ ചാപ്റ്റർ കഴിയാണ്. ഈ ചാപ്റ്റർ നാഗിയും സായി തോഷിയും എങ്ങനെ വരാനുള്ള ചാൻസ് എന്നാണ് ഇതിൽ കാണിച്ചത്. പക്ഷെ നാഗി ഇവിടെ ക്ലിയർ കട്ടായിട്ട് നോ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പോ എങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നുള്ള കാര്യത്തിൽ വീണ്ടും ഒരു ഡൗട്ടാണ്. ഇതായിരുന്നു ഇപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു അവസരം. സോ ഈ 3 പ്ലേയേഴ്സിൽ ഇപ്പൊ നാഗി കേറുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സായി തോഷി ഒരാളത് ഉറപ്പിച്ചിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം കിര, നാഗി ഇവർ 2 പേരല്ലാണ്ട് വേറെ പ്ലേയേഴ്സ് പുറത്തുനിന്ന് ഇനി വരാനൊന്നുമില്ല. കാരണം എതിർ ടീമിലെ പുതിയ പ്ലേയേഴ്സിനൊക്കെ ഇനി കാണിക്കണ്ടേ, അവർക്കും ക്യാരക്ടർ ഡെവലപ്മെന്റ് കൊടുക്കണ്ടേ. സോ ഇനി ജപ്പാൻ ടീമിലോട്ട് പുതിയ പ്ലേയേഴ്സ് കയറി വരൽ സാധ്യത കുറവാണ്. അപ്പൊ ഉള്ളവരെ തന്നെ എടുക്കലായിരിക്കും ഒരേ ഒരു ഓപ്ഷൻ. സോ അത് കാണാം. 23 പ്ലേയേഴ്സ് ഉണ്ട്. സോ 11 ആണ് മാച്ച്. 23 പ്ലേയേഴ്സ് ഉണ്ട് ഓൾറെഡി ഈഗോന്റെ കയ്യിൽ. അതിന് പുറമെ ഇനി 3 പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് മാത്രമേ ആ ഒരു കാര്യത്തിൽ മാത്രമേ ഇനി ഡൗട്ട് ഉള്ളൂ. സോ അടുത്ത ചാപ്റ്ററിൽ നമ്മുടെ പഴയൊരു പ്ലെയർ കൂടെ വരുന്നുണ്ട്. അതായിരുന്നു നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. സോ നാളെ അടുത്ത ചാപ്റ്റർ പോസ്റ്റ് ചെയ്യാം ഗൈസ്. ബൈ ഗൈസ്, ബൈ.